ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. നേരെ വ്ളോഗിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ 32 കുട്ടികളോളം ആ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ വരുമ്പോൾ കുട്ടികൾ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. വലിയ വില കൂടിയ ഗിഫ്റ്റുകളല്ല, ചെറിയ ഒരു പേനയോ ചിലപ്പോൾ ഒരു പേപ്പറിൽ ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയതായിരിക്കും. യു ആർ മൈ ഫേവറേറ്റ് ടീച്ചർ, ഐ ലവ് യു സോ മച്ച് ടീച്ചർ. അങ്ങനെ കുഞ്ഞു മനസ്സുകളിൽ വരുന്ന ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചിലരൊരു പൂവായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ കൊച്ചുമക്കൾ നമുക്ക് എന്ത് കൊണ്ട് തന്നാലും അത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. അങ്ങനെ ഞാൻ ഒരു ടീച്ചേഴ്സ് ഡേ സമയത്ത് എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയാണ്. എനിക്ക് അന്ന് 7th സ്റ്റാൻഡേർഡാണ് അത് കേട്ടോ. അപ്പോൾ സെവൻത് സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ്. എനിക്ക് ഒരു സമ്മാനം, ഒരു കുറിപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ആ കുറിപ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ സ്കൂളിൽ നിന്ന് തന്ന കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നും എൻ്റെ ഏറ്റവും വലിയ അവാർഡുകളായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികൾ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി തന്നാലും അതൊരു അവാർഡിനേക്കാൾ മഹത്തരമായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ മനസ്സിലെ ധാരണ. അപ്പോൾ അന്ന് ആ കുഞ്ഞ് എനിക്ക് ഒരു പേഴ്സാണ് തന്നത്. അപ്പോൾ ആ പേഴ്സ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാം. ഇതാ കണ്ടോ, ഇതാണ് ആ പേഴ്സ് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഇപ്പോഴും ഈ പേഴ്സ് ഞാൻ ആ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേരോ കാര്യങ്ങളോ ഞാനിവിടെ പറയുന്നില്ല. പിന്നീടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ മോന് തലയ്ക്ക് ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ട്യൂമേഴ്സ് വളരുകയും അത് കണ്ണിൻ്റെ ഭാഗത്തേക്ക് വ്യാപിച്ചു വരികയും ഒരു കണ്ണിന് ചെറിയ രീതിയിൽ കാഴ്ചയ്ക്ക് പ്രോബ്ലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ട്യൂമർ ഒരിക്കലും റിമൂവ് ചെയ്ത് മാറ്റാൻ കഴിയാത്ത ട്യൂമറാണ്. മാറ്റാൻ കഴിയുന്ന ഭാഗത്തോളം അവർ മാറ്റിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് പാറ പോലെ ഉറച്ചിരിക്കുന്നു. അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാണ്. പക്ഷെ അപ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി എന്നും ക്ലാസ്സിൽ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പോലും എനിക്ക് ആ രോഗമുണ്ടെന്ന് ഒരു പ്രാവശ്യം പോലും ആ കുഞ്ഞ് പുറത്ത് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനിവിടെ ഇത് പറയാൻ കാരണം ആ കുട്ടിയുടെ അമ്മ, അവന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല. ചില സന്ദർഭങ്ങൾ വരാറുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കുറച്ച് ദിവസം ലീവ് എടുക്കും. അത് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ആ സംഭവം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ അവർ മരുന്നൊക്കെ കൊടുത്ത് അതിനെ മാറ്റാറുണ്ട്. പക്ഷേ അപ്പോഴും ആ രോഗം ഉള്ളിലുള്ളപ്പോൾ പോലും പുറമേ അത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് എന്നും മറ്റുള്ള കുട്ടികൾക്കൊപ്പം പഠിക്കാൻ വന്ന ആ കുഞ്ഞിനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പിന്നീട് അവരുടെ ഫോൺ നമ്പറിൽ ഞാൻ ആ സ്കൂൾ വിട്ടുപോയി. റിസൈൻ ചെയ്ത് ഞാൻ ആ സ്കൂളിൽ നിന്ന് പോയി. അപ്പോഴും ആ കുഞ്ഞിൻ്റെ ഫോൺ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ എവിടെയാണ് ആ മോനായാലും എല്ലാ നന്മകളും ആ കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായി ഇന്നും ആ കുഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ആരോഗ്യമുള്ള മക്കൾ ഉള്ളവർ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളെല്ലാം അതിനുശേഷമാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആരോഗ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് ആരോഗ്യമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് വലിയവരായാലും ശരി, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഏതവസ്ഥയിലും നമ്മുടെ ആ അമ്മയെ ഞാൻ ഇന്നും വളരെയധികം സ്നേഹത്തോടെ ഓർക്കുകയാണ്. കാരണം ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ആ കുഞ്ഞിനെ അത്ര റെഡിയാക്കി സ്കൂളിലേക്ക് വിടാൻ ആ അമ്മയ്ക്ക് എന്തുമാത്രം ഹാർഡ്ഷിപ്സാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് ഞാൻ ഈ നിമിഷം ഓർത്തു പോവുകയാണ്. അപ്പോൾ ചിലരുടെ വിഷമങ്ങൾക്ക് മുന്നിൽ നമ്മുടെ വിഷമങ്ങൾ വളരെ നിസ്സാരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണത്. അപ്പോൾ
ചിലപ്പോൾ ഒരു മിറക്കിൾ എവിടെയും സംഭവിക്കാമല്ലോ. അപ്പോൾ ആ കുഞ്ഞിന് ഇപ്പോൾ എല്ലാം ഭേദമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂൾ അനുഭവത്തിൽ, എൻ്റെ സ്കൂൾ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഇത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായ ആ മോൻ ഇന്നും എന്നോടൊപ്പം തന്നെയുണ്ട്. ഞാൻ ആ കുഞ്ഞ് എനിക്ക് തന്ന ഈ സമ്മാനം എന്നും നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വ്ലോഗിലൂടെ കേട്ടോ. ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ലവ് യു ഓൾ.